ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അതിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് JMP അഡ്രസ്. JMP അഡ്രസ് എന്ന് പറഞ്ഞാൽ ജംപ് ടു ദ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ബൈ ദി അഡ്രസ്. ഓക്കെ, ആ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യുക എന്നതാണ് ഈ ജംപ് അഡ്രസ് എന്ന് പറയുന്നത്. ജംപ് ടു ദി സ്പെസിഫൈഡ് അഡ്രസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് JZ അഡ്രസ്. JZ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംപ് ഇഫ് സീറോ. ജംപ് ഇഫ് സീറോ, അതിന്റെ ആൻസർ 0 ആണെങ്കിൽ ആ അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ JNZ അഡ്രസ് എന്താണ്? ജംപ് ഇഫ് ദ റിസൾട്ട് ഈസ് നോൺ സീറോ. ജംപ് ഇഫ് ദ റിസൾട്ട് ഈസ് നോൺ സീറോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാല് JC അഡ്രസ്. JC അഡ്രസ് C ഫോർ ക്യാരി ആണ് നമുക്കറിയാം അല്ലേ. സോ ഇതിന്റെ മീനിങ് എന്താണ്? ജംപ് ഇഫ് ദർ ഈസ് എ ക്യാരി. ജംപ് ഇഫ് ദർ ഈസ് എ ക്യാരി. ക്യാരി ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ JNC അഡ്രസ്. JNC എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരി ഇല്ലെങ്കിൽ ജംപ് ചെയ്യുക. ജംപ് ഇഫ് ദർ ഈസ് നോ ക്യാരി. ക്യാരി ഇല്ലെങ്കിൽ അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് JP അഡ്രസ്. P എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് P വെച്ച് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ജംപ് ഇഫ് ദ റിസൾട്ട് ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് ആണെങ്കിൽ, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അതായത് JN അഡ്രസ്. JN അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജംപ് ഇഫ് ദ റിസൾട്ട് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അഡ്രസ്സിലേക്ക്, തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് JPE അഡ്രസ്. JPE അഡ്രസ് എന്ന് പറഞ്ഞാല് ജംപ് ഇഫ് ഈവൻ പാരിറ്റി. ഈവൻ പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. നെക്സ്റ്റ് JPO അഡ്രസ്. ഈവൻ പാരിറ്റി ഉണ്ടെങ്കിൽ അടുത്ത എന്തായിരിക്കും? ഓഡ് പാരിറ്റി ആയിരിക്കും അല്ലേ. അതായത് ജംപ് ഇഫ് ഇറ്റ് ഈസ് ഓഡ് പാരിറ്റി. ഓഡ് പാരിറ്റി ആണെങ്കിൽ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് ജംപ് ചെയ്യുക. ഇനി അപ്പോ ഇതെല്ലാം ജംപ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കോൾ ആണ്. കോൾ അഡ്രസ്. കോൾ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ കോൾ ആണ്. വെറുതെ കോൾ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. ഈ ജംപ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അതിനൊരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, ഇത് കണ്ടീഷൻ അല്ല, അൺകണ്ടീഷണൽ ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ ജംപ് അഡ്രസ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ബാക്കി നമ്മൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം എന്തായിരുന്നു? ഇത്രയും ഭാഗം എന്ന് പറയുന്നത് കണ്ടീഷണൽ ജംപ് ആണ്. എന്താണ്? കണ്ടീഷണൽ ജംപ് ആയിരുന്നു. ഇനി നമ്മളിപ്പോ ഇവിടെ പറയുന്ന കോൾ അഡ്രസ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ കോൾ ആണ്. അൺകണ്ടീഷണൽ കോൾ എന്താണ്? കോൾ ദ സബ് റൂട്ടീൻ ഐഡന്റിഫൈഡ് ബൈ ദി അഡ്രസ്. സബ് റൂട്ടീനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അൺകണ്ടീഷണൽ കോൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതെല്ലാം ഇപ്പൊ അൺകണ്ടീഷണൽ കോൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം എന്താണ്? അൺകണ്ടീഷണൽ കോൾ ആണ്. ഓക്കെ, അതെന്താണ് പറയുന്നത്? കണ്ടീഷണൽ കോൾ അഡ്രസ്. അതിനൊരു കണ്ടീഷൻ വരും. ആ കണ്ടീഷൻസ് വെച്ചിട്ട്, അതായത് ഇപ്പൊ നമ്മൾ JZ 0 ആണ്, അതായത് JZ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണെങ്കിൽ ജംപ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ നമ്മൾ 0 ആണെങ്കിൽ എന്നെ കോൾ ചെയ്യുക എന്ന് പറയും. അത്രേ ഉള്ളൂ കണ്ടീഷണൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഗ്രൂപ്പിനകത്ത് നമ്മൾ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ
റെക്റ്റ് ഇൻസ്ട്രക്ഷൻ. റെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ കോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിട്ടേൺ ചെയ്യണ്ടേ? നമ്മളൊരു സബ് റൂട്ടീനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം അല്ലെ? റെക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താ പറയുന്നത്? റിട്ടേൺ ഫ്രം സബ് റൂട്ടീൻ. നമ്മളൊരു സബ് റൂട്ടീനിൽ നിന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് RET. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് RSTN. RSTN എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റാർട്ട് ചെയ്യുക. RST എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റാർട്ട് ആണ്. ഇനി ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാല് TCHL. അതായത് jump to address specified by the HL pair. Jump to address specified by the HL pair. ഇതാണ് എന്ത്? ഇത്രയാണ് എന്ത്? നമ്മുടെ ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടെ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കൺട്രോൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിലാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഫിഫ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റാക്ക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഇതാണ് നമ്മളുടെ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനകത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പുഷ്. PUSH, പുഷ്. പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ് ഡേറ്റ ഇൻടു സ്റ്റാക്ക്. പുഷ് ഡേറ്റ ഓൺ ടു ദി സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് ഡേറ്റയെ പുഷ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഒരു കൊണ്ടുവരട്ടെ, പുഷ് ചെയ്ത് വെച്ച സാധനം തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പ് ഡേറ്റ ഫ്രം ദി സ്റ്റാക്ക്. സ്റ്റാക്കിൽ നിന്നും ഡേറ്റയെ നമ്മൾ തിരികെ എടുക്കുന്നു. അതാണ് പോപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് XTHL. XTHL എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് the top of the stack with HL pair. ഓക്കെ, HL-ൽ നിന്നും HL-ലുള്ളയും സ്റ്റാക്കിലുള്ളയും കണ്ടന്റ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് SPHL. SPHL എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ദ കണ്ടന്റ് ഓഫ് HL pair ടു സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്യുക. സ്റ്റാക്കിലേക്ക് നമ്മൾ എന്ത് മൂവ് ചെയ്യുന്നു? നമ്മുടെ HL pairലുള്ള കണ്ടന്റ് നമ്മൾ സ്റ്റാക്ക് പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇത്രയാണ് സ്റ്റാക്കുമായിട്ട് വരുന്ന ഓപ്പറേഷൻസ് പറയുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് അതുണ്ടല്ലോ. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. ഇതിപ്പോ സ്റ്റാക്ക് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ നാല് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞത് സ്റ്റാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി നമ്മളിപ്പോ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യേറ്റ് ഇൻപുട്ട് ഓപ്പറേഷൻ. ഇനിഷ്യേറ്റ് ഇൻപുട്ട് ഓപ്പറേഷൻ. ഇനി 6 ഔട്ട്. ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യേറ്റ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ലാസ്റ്റ് മെഷീൻ കൺട്രോൾ. മെഷീൻ കൺട്രോളിൽ വരുന്നത് 4 ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒന്ന് EI, അതായത് ഇന്ററപ്റ്റ്, എനേബിൾ ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യിക്കുക. നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ DI, അതായത് എന്താ പറഞ്ഞാൽ ഡിസേബിൾ ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റിനെ ഡിസേബിൾ ചെയ്യിക്കുക. ഓക്കെ, ഇനിയുണ്ട് 9th വൺ എന്ന് പറഞ്ഞാൽ ഹോൾട്ട്. ഹോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യിക്കുക. ഹോൾട്ട്. ലാസ്റ്റ് എന്ന് പറയുന്നത് നോപ്പ്. നോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ഓപ്പറേഷൻ. ഇത്രയും എന്ന് പറഞ്ഞാല്, അതായത് നമ്മളിപ്പോ ഈ ലാസ്റ്റിൽ പറഞ്ഞ 4 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. മെഷീൻ
കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ 8085 മൈക്രോ പ്രോസസ്സറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കാണുമ്പോൾ ഒരുപാട് വലുതാണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഓരോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതിയാവും. ഭയങ്കര എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് സ്റ്റാക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ പറ്റി മാത്രം എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ പറ്റി മാത്രം എഴുതാനായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ നിന്നും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ചോദിച്ചിട്ട് അതിന്റെ മീനിങ് എന്താണെന്നായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,